നിങ്ങൾക്ക് മാരകമായ നിങ്ങൾ തടിക്ക് ബാധിക്കുന്നുണ്ട്. നിങ്ങൾ സിഹർ നിങ്ങൾ ഇല്ലാതെയാകണം. അത് മറ്റൊരു ചെയ്തൊന്നും പറയണ്ട. അത് നമ്മൾ ഏറ്റാണ് ഭയങ്കര വിഷയം കാണുന്നുണ്ട്. ഇതേ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കുറയും. അത്രയും പ്രശ്നം കാണുന്നു. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ വരാണ്ട് അള്ളാഹു കാക്കട്ടെ. അപ്പൊ നിങ്ങളിതിപ്പോ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3000 ചില്ലാൻ ഉറുപ്പ്യ വരും താൽക്കാലികമായിട്ട്. പിന്നെ ഈ പഞ്ചലോഹത്തിന്റെ തകിട് ചെയ്യാൻ 1 ഗ്രാമെങ്കിലും വേണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ അത് 7800 ഉറുപ്പ്യാവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരിക്കോളം ഒരു വിഷയം ഉണ്ടാവില്ല. സിഹർ വന്ന് ഇത് ബാത്തിലാക്കിയിട്ട് എന്ത് ചെയ്യണം? താത്താന്റെ കാര്യങ്ങൾ ചെയ്യണം. ശരിയാവാല്ലേ? ഞാൻ ഇന്ന് ഈ നാട്ടക്കോയൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരുത്തനെ എന്നെ വിളിച്ചിട്ട് വലിയ ഡയലോഗല്ല എന്നോട് അടിച്ച്. ഞാൻ നന്നായി തിരിച്ചും കൊടുത്തിട്ടുണ്ട്. അന്തസ്സുള്ള മോനാണെങ്കിൽ ഫോൺ നമ്പറിൽ വിളിക്കണ്ടേ, പ്രൈവറ്റ് നമ്പറിലാണ് വിളിച്ചത്. അതെന്താ പരിപാടി എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയാം. ഇപ്പം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. നാറ്റക്കോയക്ക് സിഹിർ മാറ്റം മാത്രം ഒന്ന് മാറ്റി തരണമെങ്കിൽ 3000 to 7800 ഉറുപ്പ്യ. എന്ത് വൃത്തികെട്ട ജന്മാടത്. പൈസക്ക് വേണ്ടി എന്ത് നാറിയ പരിപാടിയും ചെയ്യുന്ന ഒരു ചെങ്ങായി. എന്നിട്ട് അവനെ തങ്ങളെന്ന് പേര്. ഇത്രയും തങ്ങൾമാർ, ഇത്രയും മാന്യമായിട്ട് ജീവിക്കുന്ന ഉസ്താദ്മാർ നമ്മളെ നാട്ടിലുണ്ടായിട്ട് ഇതൊന്ന് നിർത്തലാക്കാൻ ഒരു മാർഗം ഇവർക്കൊന്നും ഇല്ലേ? 7 വർഷത്തോളമായി ഇവൻ ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇവനിങ്ങനെ വന്നിട്ട് പച്ച അസഭ്യം പറഞ്ഞ് ഒരു പാവപ്പെട്ട താത്തമാരെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ ഓശി ജീവിക്കുക. എന്നിട്ട് ഇവന് എത്ര ലക്ഷക്കണക്കിന് കോടികൾ ഇവന് ഉണ്ടാക്കി ഇതിലൂടെ. മതം വിറ്റാ സിമ്പിളായിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഇവന് തെളിയിച്ചു തന്ന കാര്യമാണ്. ഇത് പണ്ടേ ചെയ്യുന്ന പരിപാടിയാ. പക്ഷെ ഇവൻ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇത്രയും സിമ്പിളായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇതൊക്കെ ന്യായീകരിക്കണം നിങ്ങളെ ഞാൻ സമ്മതിച്ചു മക്കളെ. നിങ്ങളുണ്ടല്ലോ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കണേ. 7800 കൊടുത്തിങ്ങനെ തകിടിൽ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 100 കൊല്ലം ആയുസ് കിട്ടാൻ ഞങ്ങൾ 1 ലക്ഷം രൂപ തരട്ടെ എനിക്ക്. എന്ത് വൃത്തിയായിട്ട ജന്മാടാ ഇയാളൊക്കെ. എന്നിട്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യണ കുറെ മൊണ്ണന്മാര്. സത്യം നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ കാത്തിരുന്ന് കണ്ട ഇതിനൊക്കെ നിങ്ങൾ നാളെ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ പഠിച്ചോന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. സിഹിർ മാറ്റിക്കരാനൊക്കെ ഇയാൾ വിചാരിച്ച എന്ത് നടക്കാനാണ്? ഈ വണ്ടിന്റെ ഡ്രൈവറായിട്ട് നിന്ന വയനാട്ടുകാരന് ഡ്രൈവറായിട്ട് നിന്ന് ഇയാൾ വിചാരിച്ച എന്ത് നടക്കൂ? ഇയാൾ അനിയം എന്ന് പറഞ്ഞ കേട്ടോ, ശോതാവിന് അയാളെ ശരീരത്തിൽ നിന്ന് കണ്ടോലൂ. ഇതൊക്കെ സ്വീകരിക്കണം നിങ്ങളെ ഞാൻ സമ്മതിച്ചേ.